ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണോമി തുഞ്ചത്തെഴുമാര്യപാദം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. നിജേ മാനസേ മന്ദിരേ സന്നിധേഹി പ്രസീദ പ്രസീദ പ്രഭോ രാമചന്ദ്ര. സസൗമിത്രിണാ കൈകേയി നന്ദനേന സ്വശക്ത്യാനുഭക്ത്യാ ച സംസേവ്യമാനാ. നമഃ സച്ചിദാനന്ദരൂപായ തസ്മൈ നമോ ദേവദേവായ രാമായ തുഭ്യം. നമോ ജാനകീജീവിതേശായ തുഭ്യം. നമഃ പുണ്ഡരീകായ ദാക്ഷായ തുഭ്യം. നമോ ഭക്തിയുക്താനുരക്തായ തുഭ്യം. നമഃ പുണ്യപുഞ്ജൈകലഭ്യായ തുഭ്യം. നമോ വേദവേദ്യായ ചാദ്യായ പുംസേ. നമഃ സുന്ദരായ ഇന്ദിരാവല്ലഭായേ. ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാമായണ മാസാചരണം 22-ാം ദിവസം. ഇന്നലെ നമ്മൾ സുന്ദരകാന്ഡം അവസാന ഭാഗമായ ഹനുമാൻ രാവണസഭയിൽ രാവണൻ്റെ സന്നിധിയിൽ എത്തിയ ഭാഗമാണ് അനുസ്മരിച്ച് നിർത്തിയത്. ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗം ഇവിടെ അനുസ്മരിക്കുന്നു. ലങ്കാദഹനം അതിഗംഭീരമായി നടത്തി ആ വാനരവീരൻ. അതുകൊണ്ടുതന്നെ ആ കവിശ്രേഷ്ഠനെ ഒരു കുരങ്ങൻ സകലതും അടിച്ചു തകർക്കുന്നു എന്ന വാർത്ത അറിഞ്ഞ് രാവണൻ ഇന്ദ്രജിത്തിനെ വിളിച്ച് പറഞ്ഞു, നീ ചെന്ന് ആ വാനരനെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവരൂ. രാവണൻ തൻ്റെ മന്ത്രിയോട് പറഞ്ഞു, ഇവൻ ആരാണ്, എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, എന്തിനാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് അറിയാൻ പറഞ്ഞു. അപ്പോൾ മന്ത്രി ഹനുമാൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഹനുമാൻ രാവണനോട് തന്നെ പറഞ്ഞു, എൻ്റെ രക്ഷകൻ ശ്രീരാമചന്ദ്രസ്വാമിയാണ്. അദ്ദേഹത്തിൻ്റെ ദൂതനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. രാവണ, നീ ജനകജയെ തട്ടിക്കൊണ്ടുവന്നില്ലേ, നിൻ്റെ മരണത്തിന് കാരണമാണത്. ഇനിയും വൈകിയിട്ടില്ല. ശ്രീരാമചന്ദ്രൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചാൽ സ്വാമി നിനക്ക് മാപ്പ് തരും. ഈ മോഹമാകുന്ന വലിയ സമുദ്രത്തിൽപ്പെട്ട് കഷ്ടപ്പെടരുത്. ജനന മരണ ഭയനാശിനിയാണ് ഭഗവാന്റെ നാമം. മറ്റുള്ളതെല്ലാം സംസാരത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നതാണ്. അതുകൊണ്ട് ആ തത്വബോധം വേണ്ട പോലെ മനസ്സിലാക്കി നേരെ ചെന്ന് ഭഗവാന്റെ കാലിൽ നമസ്കരിക്കുക. അപ്പോൾ രാമൻ അങ്ങയുടെ തെറ്റെല്ലാം പൊറുക്കും. അതുകൊണ്ട് നിനക്ക് വൈകുണ്ഠപ്രാപ്തിയും കിട്ടും. ഇതൊക്കെ കേട്ടിട്ട് രാവണന് ഒന്നും തോന്നിയില്ല. ദേഷ്യമാണ് വന്നത്. ഇവൻ ആരാണ് ഇവിടെ വന്ന് എന്നോട് ഇതൊക്കെ പറയാൻ, രാമൻ്റെ കാര്യമൊക്കെ. ഇവനെ വെട്ടിനുറുക്കണം, ഇപ്പോൾ തന്നെ ഇവനെ കൊല്ലണമെന്ന് പറഞ്ഞു രാവണൻ. രാക്ഷസന്മാർ ഹനുമാനെ കൊല്ലാനായി വന്നപ്പോൾ വിഭീഷണൻ പറഞ്ഞു, ദൂതനെ കൊല്ലാൻ പാടില്ല. ഇവനെ കൊന്നാൽ രാമന് എങ്ങനെ നമ്മുടെ ശക്തി മനസ്സിലാകും? അതുകൊണ്ട് ഈ ദൂതന് എന്തെങ്കിലും ഒരു അടയാളമുണ്ടാക്കി അയക്കണം, അതാണ് വേണ്ടത് എന്ന് വിഭീഷണൻ പറഞ്ഞു. ആ ഭാഗം വരെ നമുക്കൊന്ന് പാരായണം ചെയ്യാം. നിജതനയ വചനമിതി കേട്ടു ദശാനനൻ നിൽക്കും പ്രഹസ്തനോടോർത്തു ചൊല്ലിടിനാൻ, ഇവനിവിടെ വരുവതിനു കാരണമെന്തെന്നു എങ്ങും ഇന്നിത്ര വരുന്നതെന്നുള്ളതും ഉപവനവും അനിശമത് കാക്കുന്നവരെയും ഊക്കോടെ മറ്റുള്ള നക്തഞ്ചരെയും ത്വരിത അതിബലമോട് തകർത്തു പൊടിച്ചതും തൂമയോടാരുടെ ദൂതനെന്നുള്ളതും ഇവനോടിനി വിരവനോട് ചോദിക്ക നീയെന്ന് ഇന്ദ്രാരി ചൊന്നതു കേട്ടു പ്രഹസ്തനും പവനസുതനോട് വിനയസഹിതമാതരാൽ പപ്രച്ച നീയാർ അയച്ചു വന്നു കവേ. നൃപസദസി കഥയ മമ സത്യം മഹാമതേ, നിന്നെ അഴിച്ചു വിടുന്നുണ്ട് നിർണയം. ഭയമകില അകത്തളിരിൽ നിന്നു കളഞ്ഞാലും ബ്രഹ്മസഭയ്ക്കൊക്കും ഈ സഭ പാർക്ക നീ.
അനൃതവചനവുമല അധർമ്മകർമ്മങ്ങളുമത്ര ലങ്കേശരാജ്യത്തിങ്കലില്ലടോ. നിഖില നിശിചര കുലബലാധിപൻ ചോദ്യങ്ങൾ നീതിയോടെ കേട്ടുവായുതനയനും മനസ്സിരുകു കുലവരനെ മുഹുരഭിനിരൂപിച്ചു മന്ദഹാസേന മന്ദേതരം ചൊല്ലിനാൻ. സ്ഫുടവചനമതി വിശദമിതി ശൃണു ജളപ്രഭോ. പൂജ്യനാം രാമദൂതൻ ഞാനറിക നീ. ഭുവനപതി മമ പതി പുരന്ദര പൂജിതൻ പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ. ഭുജഗകുലപതി ശയന അമലൻ അഖിലേശ്വരൻ പൂർവദേവാരാധി ഭക്തിമുക്തിപ്രദൻ. പുരമദന ഹൃദയമണി നിലയന നിവാസിയാം ഭൂദേശ സേവിതൻ ഭൂതപഞ്ചാത്മകൻ. ഭുജഗകുലരിപുമണിരഥധ്വജൻ മാധവൻ ഭൂപതി ഭൂതി വിഭൂഷണ സംവിധൻ. നിജ ജനകവചനമതു സത്യമാക്കിയിടുവാൻ നിർമ്മലൻ കാനനത്തിനു പുറപ്പെട്ടു. ജനകജയും അവരജനുമായി മരുവുന്ന നാൾ ചെന്നു നീ ജാനകിയെ കട്ടുകൊണ്ടീലേ. തവ മരണമിഹ വരുവതിനൊരു കാരണം താമരസ്വോത്ഭവ കൽപ്പിതം കേവലം. തദനു ദശരഥ തനയനും മതങ്കാശ്രമേ താപേന തമ്പിയുമായി ഗമിച്ചിടിനാൻ. തപയതനയൻ അനല സാക്ഷിയായി സഖ്യവും താൽപര്യം ഉൾക്കൊണ്ടു ചെയ്തോരനന്തരം അമരപതി സുതനയൊരു ബാണേന കൊന്നുടൻ അർക്കാത്മജന്നു കിഷ്കിന്തയും നൽകിനാൻ. അടിമലരിൽ അവൻ മന അഴകിനോട് ചെയ്തവൻ ആധിപത്യം കൊടുത്താതി തീർത്തിയിടിനാൻ. അവന് തനയാന്വേഷണത്തായി ആശകൾ തോറുമേകൈക 100,000 പ്ലവക കുല പരിവൃഢരേലുകൂതരമയച്ചതി ഏകനഹമിഹ വന്നു കണ്ടിടിനേൻ. വനജ വിടബികളെ ഉടനിഹ തകർത്തതും വാനരവംശ പ്രകൃതിശീലം വിഭോ. ഇകലിൽ നിശിചരവരരെയൊക്കെ മുടിച്ചതും എന്നെ വധിപ്പതിനായി വന്ന കാരണം. മരണഭയ അകതളിരില്ലയാതെ ഭുവി മറ്റൊരു ജന്തുക്കളില്ലെന്നു നിർണയം. ദശവദന സമരഭുവിദേഹരക്ഷാർത്ഥമായി ത്വൽഭൃത്യവർഗത്തെ നിഗ്രഹിച്ചേനഹം. ദശനിയുതശതവയസ്സ് ജീർണമെന്നാകിലും ദേഹികൾക്കേറ്റം പ്രിയം ദേഹമോർക്ക നീ. തവ തനയ കരകളിത വിശികപാശേന തത്ര ഞാൻ ബദ്ധനായേനൊരു കാൽക്ഷണം. കമലഭവമുഖസുരവരപ്രഭാവേന മേ കായത്തിനേതുമേ പീഡയുണ്ടായി വരാം. പരിഭവവും ഒരു പൊഴുതു മരണവും അകപ്പെടാ ബദ്ധഭാവേന വന്നിടിനേനത്ര ഞാൻ. അതിനും ഇത് പൊഴുതിലൊരു കാരണമുണ്ടു കേൾ അദ്യാഹിതം തവ വക്തും ഉദ്യക്തനായി. അകതളിരിൽ അറിവ് കുറയുന്നവർക്കേറ്റമുള്ള ജ്ഞാനമൊക്കെ നീക്കേണം ബുധജനം. അതു ജഗതി കരുതു കരുണാത്മനാ ധർമ്മമെന്നാത്മോപദേശമജ്ഞാനിനാ മോക്ഷതം. മനസ്സി കരുതുക ഭുവനഗതിയെ വഴിയെ ഭവാൻ മഗ്നനായിടുലാ മോഹ മഹാംബുധൗ. തെജ മനസ്സി ദശവദന രാക്ഷസീം ബുദ്ധിയെ ദൈവാഗതിയെ സമാശ്രയിച്ചിടു നീ. അതു ജനന മരണ ഭയനാശിനി നിർണയം അന്യയായുള്ളോരതു സംസാരകാരിണി. അമൃതഘന വിമല പരമാത്മബോധോചിതം അത്യുത്തമാനയോദ്ബോധനല്ലോ ഭവാൻ. കളകതവ ഹൃദി സപതി തത്വബോധേന നീ കാമകോപദ്വേഷലോഭാമോഹാദികൾ കമലഭവസുതനയ നന്ദനനാകിയാൽ കർപ്പുരഭാവം പരിഗ്രഹിയായിക നീ. ധനുജസുര മനുജ ഭുജഗഭേദേന ദേഹാത്മബുദ്ധിയെ സന്ധ്യജിച്ചിടു നീ. പ്രകൃതി ഗുണപരവശതയാ ബദ്ധനായി വരും പ്രാണദേഹങ്ങൾ ആത്മാവല്ലറികടോ. അമൃതമയ അജൻ അമലൻ അദ്വയൻ നവ്യയൻ ആനന്ദപൂർണനേകൻ പരൻ കേവലം. നിരുപമൻ അമേയൻ അവ്യക്തൻ നിരാകുലൻ നിർഗുണൻ നിഷ്കളൻ നിർമ്മമൻ നിർമ്മലൻ. നിഗമവര നിലയന അനന്തനാദ്യൻ വിഭു നിത്യം നിരാകാരാത്മാ പരബ്രഹ്മം. വിധിഹരിഹരാദികൾക്കും തിരിയാതവൻ വേദാന്തവേദന വേദ അജ്ഞാനിനാം. സകല ജഗതിതമറികമായാമയം പ്രഭോ സച്ചിന്മയം സത്യബോധം സനാതനം. ജഡമഖില ജഗതിത അനിത്യമറിക നീ ജന്മജരാ മരണാദി ദുഃഖാന്വിതം. അറിവതിനു പണി പരമപുരുഷമറിമായങ്ങളാത്മാനമാത്മന കണ്ടു തെളിക നീ. പരമഗതി വരുവതിന് പരമൊരുപദേശവും പാർത്തു കേട്ടിടു ചൊല്ലിത്തരുന്നുണ്ടു ഞാൻ. അനവരത അകതളിരിൽ അമിത ഹരിഭക്തി കൊണ്ടാത്മവിശുദ്ധി വരുമെന്നു നിർണയം.
അകമകലും അളവതി വിശുദ്ധമായി ആശുതത്വജ്ഞാനവും ഉദിക്കും ദൃഢം. വിമലതര മനസ്സി ഭഗവത് തത്വവിജ്ഞാന വിശ്വാസ കേവലാനന്ദാനുഭൂതിയാൽ രജനിചരവന ദഹനമന്ത്രാക്ഷരദ്വയം രാമ രാമേതി സദൈവ ജപിക്കയും രതിസപതി നിജഹൃതി വിഹായ നിത്യം മുത രാമപദധ്യാനം ഉള്ളിലുറയ്ക്കയും. അറിവു ചെറുത് അകതളിരൊരു പുരുഷനുണ്ടെങ്കിൽ ആഹന്ത വേണ്ടുന്നതാകയാൽ ആശുനീ ഭജഭവഭയാപഹം ഭക്തലോകപ്രിയം ഭാനുകോടിപ്രഭം വിഷ്ണുപാദാംബുജം മധുമദന ചരണ സരസൃജയുഗളമാശുനി മൗഢ്യം കളഞ്ഞു ഭജിച്ചു കൊണ്ടിടടോ. കുസൃതികളുമിനി മനസ്സി കനിവോടു കളഞ്ഞു വൈകുണ്ഠലോകം ഗമിക്കാൻ വഴി നോക്കുന്നീ. പരധന കളത്രമോഹേന നിത്യം വ്യഥാ പാപമാർജിച്ചു കീഴ്പോട്ടു വീണിടുല. നളിനദല നയന അഖിലേശ്വരം മാധവം നാരായണം ശരണാഗത വത്സലം പരമപുരുഷം പരമാത്മാനമദ്വയം ഭക്തിവിശ്വാസേന സേവിക്ക സന്തതം. ശരണമിതി ചരണകമലേ പതിച്ചിടടോ. ശത്രുഭാവത്തെ ത്യജിച്ചു സന്തുഷ്ടനായി കലുഷമനവധി ജഡിത് ചെയ്തിതെന്നാകിലും കാരുണ്യ ഈ വണ്ണമില്ല മറ്റാർക്കുമേ. രഘുപതിയെ മനസ്സി കരുതിയിൽ അവന് ഭൂതലേ രണ്ടാമതുണ്ടാകയില്ല ജന്മം സഖേ. സനകമുഖമുനികൾ വചനങ്ങളിതോർക്കെടോ. സത്യം മയോക്തം വിരിഞ്ചാതിസമ്മതം അമൃതസമവചനമിതി പവന തനയോദിതം അത്യന്തരോഷേണ കേട്ടു ദശാനനൻ. നയന ഇരുപതിലും അത കനൽ ചിതറുമാറുടൻ നന്നായി ഉരുട്ടിമിഴിച്ചു ചൊല്ലിയിടിനാൻ. തിലസദൃശ ഇവനെ ഇനി വെട്ടി നുറുക്കുവിൻ ധിക്കാരമിത്ര കണ്ടീല മറ്റാർക്കുമേ. മമ നികടഭുവി വടിവോടൊപ്പമിരുന്നു മറ്റൊരു ജന്തുക്കൾ ഇങ്ങനെ ചൊല്ലുമോ. ഭയവും ഒരു വിനയും ഇവന് കാൺമാനില്ല പാപിയായോരു ദുഷ്ടാത്മ ഷഠനിവൻ. കഥയ മമ രാമനെന്നാരുജൽ കാനനവാസി സുഗ്രീവൻ എന്നാരടോ. അവരെയും അനന്തരം ജാനകി തന്നെയും അത്യന്ത ദുഷ്ടനാ നിന്നെയും കൊല്ലുവൻ. ദശവദന വചനമിതി കേട്ടു കോപം പൂണ്ടു ദന്തം കടിച്ചു കപീന്ദ്രനും ചൊല്ലിനാൻ. നിനവു തവ മനസ്സി പെരുത് എത്രയും നന്നു നിന്നോടെതിരൊരു 100,000 രജനി ചരകുലപതികളായി തെളിഞ്ഞുള്ളൊരു രാവണന്മാർ ഒരുമിച്ചെതിർത്തിയിടിലും. നിയതമിതു മമ ചെറുവിരൽക്കു പോരാ പിന്നെ നീയെന്തു ചെയ്യുന്നതെന്നോട് കശ്മല. പവനസുതവചനമിതി കേട്ടു ദശാസിനും പാർശ്വസ്ഥിതന്മാരുടെ ആശു ചൊല്ലിയിടിനാൻ. ഇവിടെ ഒരുവർ ആയുധാപാണിയായി ഇല്ലയോ കള്ളനെ കൊല്ലുവാൻ ചൊല്ലുവിൻ. അത് പൊഴുതിലൊരുവനും അവനോടടുത്തിയിടിനാൻ. അപ്പോൾ വിഭീഷണൻ ചൊല്ലിനാൻ മെല്ലവേ. അരുതരുത് ദുരിതമിത് ദൂതനെ കൊല്ലുകെന്നാർക്കടുത്തോ നൃപന്മാർക്കു ചൊല്ലിയിടുവിൻ. ഇവനെ വയമിവിടെ വിരവോട് കൊന്നിയിടിനാൽ എങ്ങനെ അങ്ങറിയുന്നതോ രാഘവൻ. അതിന് അവനൊരടയാളമുണ്ടാക്കി നാം അങ്ങയക്കേണം അതല്ലോ നൃപോചിതം. ഇതി സദസി ദശവദന സഹജവചനേന താനെങ്കിലതങ്ങനെ ചെയ്കെന്ന് ചൊല്ലിനാൻ. ഇനി ലങ്കാദഹനമാണ്. വിഭീഷണൻ പറഞ്ഞല്ലോ അവന് ഒരടയാളമുണ്ടാക്കി വിടണമെന്ന്. അപ്പോൾ രാവണൻ പറഞ്ഞു, എങ്കിൽ വാനരന്മാർക്ക് അവരുടെ വാലാണ് ശൗര്യം. അതുകൊണ്ട് ഇവൻ്റെ വാലിൽ തീ കൊളുത്തി ഈ ലങ്കാപുരി മുഴുവൻ കൊണ്ട് നടക്കണം ഈ കള്ളനെ. ഇത് കേട്ട് രാക്ഷസന്മാർ ഹനുമാന്റെ വാലിൽ തുണി ചുറ്റാൻ തുടങ്ങി. ചുറ്റി അവർ തളർന്നു. ഹനുമാൻ വാല് വലുതാക്കിക്കൊണ്ടിരുന്നു. എത്ര ചുറ്റിയിട്ടും തീരുന്നില്ല. കാരണം ഹനുമാൻ തൻ്റെ ശരീരം വലുതാക്കി വാൽ വളരെ നീളം കൂടിയതായി. അങ്ങനെ വളരെ ഏറെ കഷ്ടപ്പെട്ട് അവർ വാലിൽ തുണി ചുറ്റി എണ്ണയെല്ലാം ഒഴിച്ച് വാലിൽ തീ കൊളുത്തി കയറിൽ കെട്ടി കൊണ്ട് നടക്കുമ്പോൾ ഹനുമാനെ കയറിൽ കെട്ടി കൊണ്ട് നടക്കുകയാണ് വാലിൽ തീ കൊളുത്തിയിട്ട്. ഹനുമാൻ തൻ്റെ ശരീരം ചെറുതാക്കി എല്ലാ ബന്ധനങ്ങളും വിട്ടു. വാലിലെ അഗ്നി ശീതാംശമായി മാറിയത്രേ. അനിലപുത്രൻ്റെ വാലിൽ തീ കൊളുത്തിയെങ്കിലും ഹനുമാന് നല്ല ശീതളം അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്നാൽ ആ വാൽ തട്ടിയ സ്ഥലമൊക്കെ തീ പിടിച്ച് കത്താൻ തുടങ്ങി. മനോഹരമായ രമ്യഹർമ്മ്യങ്ങൾ കെട്ടിടങ്ങൾ എല്ലാം അഗ്നിക്ക് ഇരയാക്കി. ഒരു സ്ഥലം മാത്രം മാറ്റി. വിഭീഷണൻ്റെ കൊട്ടാരത്തിന് ഒന്നും പറ്റിയില്ല. അങ്ങനെ സകലതും തകർത്തെറിഞ്ഞ് ലങ്കാദഹനം നടത്തി വീണ്ടും സീതാദേവിയുടെ അടുത്ത് വന്നു. എന്നിട്ട് ദേവിയോട് പറഞ്ഞു, ഇനി ഞാൻ പോകുന്നു ദേവി, ദേവി വിഷമിക്കേണ്ട. അപ്പോൾ
അങ്ങനെ സകലതും തകർത്തെഞ്ഞ് ലങ്കാദഹനം നടത്തി വീണ്ടും സീതാദേവിയുടെ അടുത്ത് വന്നു. ദേവിയോട് യാത്ര പറഞ്ഞു പോകുന്ന കാര്യം. അപ്പോൾ ദേവി പറഞ്ഞു, ഇനി ആരാണ് എന്നോട് ശ്രീരാമൻ്റെ കഥ പറയുക എന്ന് പറഞ്ഞ് വിഷമിച്ചപ്പോൾ ഹനുമാൻ പറഞ്ഞു, ദേവി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എൻ്റെ ചുമലിൽ കയറിക്കോളൂ, ഞാൻ സ്വാമിയുടെ അടുത്ത് കൊണ്ടാക്കാം. അപ്പോൾ സീതാദേവി പറഞ്ഞു, വേണ്ട, അതെൻ്റെ ശ്രീരാമദേവൻ്റെ കീർത്തിക്ക് ദോഷം ചെയ്യും. രഘുകുലത്തിൽ പിറന്ന ആ രാഘവൻ ഇവിടെ വന്ന് രാവണനെ കൊന്ന് എന്നെ കൊണ്ടുപോകണം, അതാണ് എൻ്റെ ആഗ്രഹം. ഇനി ഇവിടെ നീ നിൽക്കേണ്ട, വേഗം പൊയ്ക്കോളൂ എന്ന് സീതാദേവി ഹനുമാനോട് പറഞ്ഞു. അങ്ങനെ ഹനുമാൻ ആകാശത്തിലൂടെ പറന്നു. കണ്ടു സീതയെ, കണ്ടു സീതയെ എന്ന് പറഞ്ഞാണ് വന്നത്. കവിവരന്മാർക്ക് ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ വളരെ സന്തോഷമായി. അവർ തുള്ളിക്കളിക്കാൻ തുടങ്ങി. പിന്നെ അവർ എല്ലാവരും കൂടി ശ്രീരാമൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിക്കാണ് സുഗ്രീവൻ്റെ മനോഹരമായ ഉദ്യാനം. അവിടെ നിറയെ ഫലങ്ങൾ, പാനീയങ്ങൾ എല്ലാം ഉണ്ട്. സുഗ്രീവൻ്റെ അമ്മാമൻ ദധിമുഖനാണ് അവിടുത്തെ മേൽനോട്ടക്കാരൻ. അങ്കദനോട് പറഞ്ഞ് അവർ പഴങ്ങളെല്ലാം കഴിക്കാൻ തുടങ്ങി. ദധിമുഖൻ വേഗം വന്ന് സുഗ്രീവനോട് വിവരം പറഞ്ഞു. വാനരന്മാരെല്ലാം വന്നു, അവർ ഫലങ്ങളെല്ലാം കഴിക്കണം. അപ്പോൾ സുഗ്രീവൻ പറഞ്ഞു, അവർ കാര്യം സാധിച്ചാണ് വരുന്നത്, എന്ത് വേണമെങ്കിലും അവർ കഴിക്കട്ടെ എന്ന് പറഞ്ഞു. അധികം വൈകാതെ കവികുലം ഹനുമാൻ്റെ അങ്കദൻ്റെയും കൂടെ രാമൻ്റെ മുമ്പിൽ വന്ന് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, കണ്ടേനഹം സീതയെ, കന്യവിനോട് കണ്ടേനഹം സീതയെ, ഞാൻ ലങ്കയെ പോയി സീതാദേവിയെ കണ്ടു, അവിടുത്തെ കഥകൾ പാടി. അത് കേട്ട് സീതാദേവി, ആരാണ് രാമൻ്റെ കഥ പാടുന്നത്, അവരെ എൻ്റെ മുമ്പിൽ എത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അത് കേട്ട് ഞാൻ സീതാദേവിയുടെ അടുത്ത് ചെന്ന് നമസ്കരിച്ചു. എന്നിട്ട് അവിടുന്ന് തന്ന രാമനാമ അങ്കുലീയം കൊടുത്തു. അതിനുശേഷം ദേവിയുടെ ചൂടാരത്നം അവിടുത്തേക്കായി എൻ്റെ കയ്യിൽ തന്നു. കൂടാതെ മുമ്പ് ജയന്തൻ കാക്കയുടെ രൂപത്തിൽ വന്ന കഥയും പറഞ്ഞു, അങ്ങയെ കേൾപ്പിക്കാനായി. പിന്നീട് രാവണൻ്റെ മകൻ അക്ഷകുമാരനെ നിഗ്രഹിച്ചു. ഇന്ദ്രജിത്തിൻ്റെ ബ്രഹ്മാസ്ത്രത്തിന് മുമ്പിൽ ഞാൻ അതിനെ സ്വീകരിച്ച് രാവണൻ്റെ അടുത്ത് പോയി. രാവണൻ എന്നെ കൊല്ലാൻ വന്നപ്പോൾ വിഭീഷണൻ ദൂതനെ കൊല്ലാൻ പാടില്ല പറഞ്ഞു, പകരം ഒരു അടയാളം കൊടുത്തു വിടണം എന്ന് പറഞ്ഞു. അപ്പോൾ രാവണൻ പറഞ്ഞു, വാനരന്മാരുടെ ശൗര്യം അവരുടെ വാലല്ലേ, അതുകൊണ്ട് വാലിൽ തീ കൊളുത്താൻ പറഞ്ഞു. തീ പിടിച്ച വാൽ കൊണ്ട് ഞാൻ ലങ്ക മുഴുവൻ ചുട്ടരിച്ചു. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നു എന്ന് പറഞ്ഞ് ശ്രീരാമസ്വാമിയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. നടന്ന കാര്യങ്ങളെല്ലാം ഹനുമാൻ ശ്രീരാമസ്വാമിയോട് പറഞ്ഞു. അപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി പറയുന്നു ഹനുമാനോട്, നീ എത്രയോ ദുഷ്കരമായ കാര്യമാണ് എനിക്ക് വേണ്ടി ചെയ്തതെന്ന്, നിനക്ക് എന്ത് തന്നാലും മതിയാവില്ല. എന്നിട്ട് സ്വാമി ഹനുമാനെ മാറോട് ചേർത്തി കാടം പുണർന്നു. ഈ കഥ പരമശിവൻ പാർവതിയോട് പറഞ്ഞപ്പോൾ ദേവി ഭക്തിപരവശയായി രാമനെ ധ്യാനിച്ചിരുന്നു. അങ്ങനെ കിളിമകൾ ആ ഭാഗം വായിച്ച് പൂർത്തിയാക്കി. അതിസുന്ദരമായ ഈ സുന്ദരകാന്ഡം ഇവിടെ അവസാനിക്കുന്നു, ഇവിടെ സമർപ്പിക്കുന്നു. ഇപ്പോൾ പറഞ്ഞ ഈ ഭാഗം പാരായണം ചെയ്യാം. ലങ്കാദഹനം. വദനമഭികരചരണമല്ല ശൗര്യാസ്പദം, വാനരന്മാർക്ക് വാൽമേൽ ശൗര്യമാകുന്നു. വയമതിനു ജഡി ദിവസനേന വാൽ വേഷ്ടിച്ചു വന്നി കുളിത്തിപ്പുരത്തിലെല്ലാടവും. രജനിചര പരിവുടരെഴുത്തു വാദ്യം കുട്ടി രാത്രിയിൽ വന്നൊരു കള്ളനെന്നിങ്ങനെ. നിഖില ദിശി പലരുമിക കേൾക്കുമാർ ഉച്ചത്തിൽ നീളെ വിളിച്ചു പറഞ്ഞു നടത്തുവിൻ. കുലഹതകൻ ഇവനറിയ നിസ്തേജനെന്നു തൻ കൂട്ടത്തിൽ നിന്നു നീക്കിയിടും കബീകുലം. തിലരസഹൃദാതി സംസിക്ത വസ്ത്രങ്ങളാൽ തീവ്രം ദരിതരെ ചുറ്റും ദശാന്തരെ. അതുലബലൻ അജലതരം അവിടെ മരുവേടിന അത്യായുധ സ്ഥൂലമായി ദൂവാൽ തഥാ. വസനഗണ അഖിലവും ഒടുങ്ങിച്ചമഞ്ഞതു വാലുമതീവ ശേഷിച്ചതു പിന്നെയും. നിഖില നിലയന നിഹിത പട്ടാമ്പരങ്ങളും നീളത്തിരഞ്ഞുകൊണ്ടെന്നു ചുറ്റിയിടിനാർ. അതുമുടനൊടുങ്ങി വാൽ ശേഷിച്ചു കണ്ടവൾ അങ്ങുമിങ്ങും ചെന്നു കൊണ്ടുവന്നിടിനാർ. തിലജകൃത സുസ്നേഹവ സംസിക്ത വസ്ത്രങ്ങൾ ദിവ്യ പട്ടാംശുകജാലവും ചുറ്റിനാർ. നികൃതി പെരുതിവൻ വസനങ്ങളിലൊന്നിനി സ്നേഹവുമെല്ലാം മുടങ്ങിയത ശേഷവും. അമല ഇവനെത്രയും ദിവ്യന് ആർക്കു തോന്നി വിനാശത്തിനെന്നാർ ചിലർ. അനലമിക വസനമിതി അനലമിനി വാലതി കാശു കൊളുത്തുവിൻ വൈകരൂതേതുമേ.
പുനരവരും അത് പൊഴുതു തീ കൊളുത്തിയിടിനാൻ. പുച്ഛാഗ്രദേശേ പുരന്തരാരാദികൾ ബലസഹിത അബല ഇവ രഞ്ജുഗണ്ഡം കൊണ്ട് ബദ്ധ്വാ ദൃഢതരം ധൃത്വാ കപിവരം കിതുവമതികളും ഇതൊരു കള്ളനെന്നിങ്ങനെ കൃത്വാ രവമരംഗത്വാ പുരവരം പറകളെയും ഉടനുടൻ അറിഞ്ഞറിഞ്ഞങ്ങനെ പശ്ചിമദ്വാരദേശേ ചെന്നനന്തരം പവനജനു അതികൃശ ശരീരനായിടിനൻ. പാശവും അപ്പോൾ ശിഥിലമായി വന്നിതു. ബലമുടൻ അവൻ അതിചപല അജല നിപഗാത്രനായി ബന്ധവും വേർപെട്ടു മേൽപോട്ട് പൊങ്ങിനാൻ. ചരമഗിരി ഗോപുരാഗ്രേ വായുവേഗേന ചാടിനാൻ. വാഹകന്മാരെയും കൊന്നവൻ ഉടുപതിയോടു രസവും അളവും ഉയരമിയലുന്ന രത്നോത്തുംഗ സൗദാഗ്രമേറിമേ വീടിനാർ. ഉദവസിത നികരം ഉടനുടൻ പരിവേഗമോട് ഉൾപ്ലുത്യ പിന്നെയും ഉൾപ്ലുത്യ സത്വരം കനകമണിമയ നിലയ അഖില അനിലാത്മജൻ കത്തിച്ചു കത്തിച്ചു വർദ്ധിച്ചതഗ്നിയും പ്രകൃതി ചപലതയോടവൻ അജലമോരോ മണിപ്രാസാദ ജാലങ്ങൾ ചുട്ടു തുടങ്ങിനാൻ. ഗജതുരകരതബല പദാദികൾ പങ്ക്തിയും ഗമ്യങ്ങളായുള്ള രമ്യഹർമ്മങ്ങളും അനലശികകളും അനിലസുതഹൃദയവും തെളിഞ്ഞാഹന്ത വിഷ്ണുപദം ഗമിച്ചു. തഥാ വിഭുതപതിയോട് നിശിചരാലയം വന്നൊരു വൃത്താന്തമെല്ലാം അറിയിച്ചു കൊള്ളുവാൻ അഹമഹമികാദിയ പാവക ജ്വാലകൾ അമ്പരത്തോളമുയർന്നു ചെന്നു. മുതാ ഭുവനതലഗത വിമല ദിവ്യരത്നങ്ങളാൽ ഭൂതി പരിപൂർണമായുള്ള ലങ്കയും പുനരനിലസുതനിധി ദഹിപ്പിച്ചതെങ്കിലും ഭൂതി പരിപൂർണമായി വന്നിതത്ഭുതം. ദശവദന സഹജഗൃഹമെന്നിയേ മറ്റുള്ള ദേവാരിഗേഹങ്ങൾ വെന്തുകൂടി ജവം. രഘുകുലപതി പ്രിയ ഭൃത്യനാമാരുതി രക്ഷിച്ചുകൊണ്ടാൻ വിഭീഷണ മന്ദിരം. കനകമണിമയ നിലയ നികരമതുവെന്തോരു കാമിനീവർഗം വിലാപം തുടങ്ങിനാർ. ചിഗുരപരവസന ചരണാദികൾ വന്താശു ജീവനും വേർപെട്ടു ഭൂമോ പതിക്കയും ഉടൽ ഉരുകി ഉരുകി ഉടൻ ഉഴറി അലറിപ്പാഞ്ഞു ഉന്നതമായ സൗധങ്ങളിലേറിയും ദഹനനു ഉടൻ അവിടെയും അടുത്തു ദഹിപ്പിച്ചു താഴ്ത്തു വീണു പിടഞ്ഞു മരിക്കയും. മമ തനയ രമണ ജനക പ്രാണനാഥാഹ മാമകം കർമ്മമയ്യോ വിധി ദൈവമേ. മരണ ഉടലുരുകി മുറുകി വരുകെന്നതു മാറ്റുവാനാരുമില്ലയോ ശിവ ശിവ. ദുരിതമിതു രജനിചരവര വിരചിതം ദൃഢം മറ്റൊരു കാരണമില്ലിതീനേതുമേ. പരധനവ് അമിത പരതാരങ്ങളും ബലാൽ പാപി ദശാസ്യൻ പരിഗ്രഹിച്ചാൻ തുലോം. അറികിൽ അനുചിതമതു മതേന ചെയ്തിടായിവിനാരുമതിൻ്റെ ഫലമിതു നിർണയം. മനുജ തരുണിയെ ഒരു മഹാപാപി കാമിച്ചു മറ്റുള്ളവർക്കും ആപത്തായതിങ്ങനെ. സുഹൃത ദുരിതങ്ങളും കാര്യമകാര്യവും സൂക്ഷിച്ചു ചെയ്തു കൊള്ളേണം ബുധജനം. മദനശരപരവശതയോട് ചപലനായി വൻ മാഹാത്മ്യമുള്ള പതിവ്രതമാരെയും കരബലം ഉടനൊന്തിനമണഞ്ഞു പിടിച്ചതി കാമി ചാരിത്രഭംഗം വരുത്തിയിടിനാൻ. അവർ മനസ്സിമരുവിന തപോമയ പാവകാൻ അദ്യരാജയെ പിടിപെട്ടിതു കേവലം. നിശിചരികൾ ബഹുവിധമോരോന്നേ പറയുകയും നിൽക്കും നിലയിലെ വന്തു മരിക്കയും. ശരണമിഹ കിമിതി പല വഴിയും ഉടനോടിയും ശാഖികൾ വന്തു മുറിഞ്ഞുടൻ വീഴുകയും. രഘുകുലവരേഷ്ഠദൂതൻ ത്രിയാമാചരാജ്യം 700 യോജനയും ക്ഷണാൽ സരസബഹുവിഭ അയുധഭോജനം നൽകിനാൻ. സന്തുഷ്ടനായിതു പാവകദേവനും ലഘുതര അനിലതനയൻ അമൃതനിധി തന്നിലെ ലാങ്കൂലവും തച്ചു തീ പൊലിച്ചിടിനാൻ. പവനജനു ദഹന അഭിചുട്ടതില്ലേതുമേ പാവക നിഷ്ഠ സഖിയാക കാരണം. പതിനിരതയാകിയ ജാനകി ദേവിയാൽ പ്രാർത്ഥിതനാകയാലും കരുണവശാൽ അവനിതനയാ കൃപാവൈഭവമത്ഭുതം. അത്യന്ത ശീതളനായിതു വന്നിയും രജനിചരകുല വിപിന പാവകനാകിയ രാമനാമസ്മൃതി കൊണ്ടു മഹാജനം. തനയതനതാരം മോഹാർത്തരെന്നാകിലും താപത്രയാനലെ കടന്നിടുന്നു. തദഭിമതകാരിയായുള്ള ഭൂതന്നു സന്താപം പ്രകൃതാനലേന ഭവിക്കുമോ. ഭവതി യതി മനുജജനനം ഭുവി സാമ്പ്രതം പങ്കജലോചനനെ ഭജിച്ചിടുവൻ. ഭുവനപതി ഭുജഗപതി ശയന ഭജനം ഭുവി ഭൂതദൈവാത്മസംഭൂതതാപാപഹം. തദന് കപികുലവരനു അവനി തനയാ പദം താണു തൊഴുതു നമസ്കൃത്യ ചൊല്ലിനാൻ.
അഹമിനിയും ഉഴറി നടകൊള്ളുവനക്കര ആജ്ഞാപയാശോ ഗച്ഛാമി രാമാന്തികം. രഘുവരൻ അവരജനു അരുണജനുമായി ദ്രുത ആഗമിച്ചിടുന്നു അനന്തസേനാസമം. മനസ്സി തവ ചെറുത് പരിതാപമുണ്ടാകുല മൽഗരം മദ്ഭരം കാര്യമിനി ജനകാത്മജയെ തൊഴുതമിത വിനയമിതി ചൊന്നവൻ തന്നോട് ദുഃഖം ഉൾക്കൊണ്ടു പറഞ്ഞിതു സീതയും. മമ രമണ ചരിതമുര ചെയ്തു നിന്നെ കണ്ടു മാനസ താപമകന്നിതു മാമകം. കഥമിനിയുമഹമിഹ വസാമി ശോകേന മൽക്കാന്ത വൃത്താന്ത ശ്രവണ സൗഖ്യം വിന. ജനക നൃപ ദുഹിത ഗിരം ഇങ്ങനെ കേട്ടവൻ ജാതാനുകമ്പം തൊഴുതു ചൊല്ലിയിടിനാൻ. കളകശുചമനി വിരഹമല അതിനുടൻ മമ സ്കന്ധമാരോഹക്ഷണേന ഞാൻ കൊണ്ടുപോയി തവ രമണ സവിത ഉപഗമ്യ യോജിപ്പിച്ചു താപം അശേഷമദ്ദൈവ തീർത്തിയിടുവൻ. പവനസുതവചനമിതി കേട്ടു വൈദേഹിയും പാരം പ്രസാദിച്ചു പാർത്തു ചൊല്ലിയിടിനാൾ. അതിനു തവ കരുതു അളവിലില്ലോരു ദണ്ഡമെന്നാത്മനി വന്നിതു വിശ്വാസമദ്യമേ. ശുഭചരിതൻ അതിബലമുടാശു ദിവ്യാസ്ത്രേണ ശോഷണബന്ധന ധൈര്യഭീസാഗരം. കപികുലബലേന കടന്നു ജഗത്രയ കണ്ടകനെ കൊന്നു കൊണ്ടുപോകാശുമാം. അറിവൊടൊരു നിശി രഹസ്യ കൊണ്ടുപോയാലതു മൽപ്രാണനാഥ കീർത്തിക്ക് പോരാ ദൃഢം. രഘുകുലജനവരൻ ഇവിടെ വന്നു യുദ്ധം ചെയ്തു രാവണനെ കൊണ്ടുപോയിക്കൊള്ളുവാൻ. രഘുകുലജനവരൻ ഇവിടെ വന്നു യുദ്ധം ചെയ്തു രാവണനെ കൊണ്ടുപോയിക്കൊള്ളുവാൻ. അതിരഭസമായി തനയ വേല ചെയ്തിടുന്നീ അത്ര നാളും ധരിച്ചിടുവൻ ജീവനെ. ഇതി അവനോട് അരുൾ ചെയ്തയച്ചിടിയ ഇന്ദിരാദേവിയും പിന്നെ വാതാത്മജൻ തൊഴുതകില ജനനിയോട് യാത്ര വഴങ്ങിച്ച് തൂർണം മഹാർണവം കണ്ടു ചാടിയിടിനാൻ. ഹനുമാന്റെ പ്രത്യാഗമനമാണ് ഇനി പാരായണം ചെയ്യുന്നത്. ത്രിഭുവനവും മുലേ മഹുരന്നലറിയിടിനാൻ. തീവ്രവാദം കേട്ടു വാനര സംഘവും കരുതി വിനിതൊരു നിധനമാശു കേൾക്കാതെയും കാര്യമാഹന്ത സാധിച്ചു വരുന്നത്. പവനസുതൻ അതിനു നഹി സംശയം മാനസേ പാർത്ത് കാൺകൊച്ച കേട്ടാൽ അറിയാമതം. കപിനിവഹമിതി ബഹുവിധം പറയും വിധോ കാണായി തദ്രി ശിരസിവാദാത്മജം. കപിനിവഹ വീരരെ കണ്ടിതു സീതയെ കാകുത്സവീരൻ അനുഗ്രഹത്താലഹം. നിശിചരവരാലയമാകിയ ലങ്കയും നിശേഷം ഉദ്യാനവും ദഹിപ്പിച്ചതു. കണ്ടു സീതയെ പറഞ്ഞിട്ട് ഹനുമാൻ വരുന്നതാണ്. വിഭുത കുലവൈരിയാകും ദശഗ്രീവനെ വിസ്മയമാമാറ് കണ്ടു പറഞ്ഞിതു. ജഡിതി ദശരഥസുതനോടിക്കഥാ ചൊല്ലുവാൻ ജാമ്പവാദാദികളെ നടന്നിടുവൻ. അത് പൊഴുതു പവന തനെയും അവർ ആദരിച്ച ആലിംഗ്യഗാഠമാചുംബ്യവാലാഞ്ചലം. കുതുകമൊടു കപിനിജയ അനിലജനെ മുന്നിട്ടു കൂട്ടമിട്ടാർത്തു വിളിച്ചു പോയിടിനാർ. പ്ലവക കുല പരിവൃടരുമുഴറി നടകൊണ്ടുപോയി പ്രസ്രവണാചലം കണ്ടുമേ വീടിനാർ. കുസുമതലഫല മധുലതാതരു പൂർണ്ണമാം ഗുൽമസമാവൃതം സുഗ്രീവപാലിതം. ക്ഷുധിത പരിപീഡിതരായ കപികുലം ക്ഷുദ്വിനാശാർത്ഥമാർത്യ പറഞ്ഞിടിനാർ. ഫലനികരസഹിതമിഹ മധുരമധുപൂരവും ഭക്ഷിച്ചു ദാഹവും തീർത്തു നാമൊക്കവേ. തരണിസുത സവിത ഉപഗമ്യ വൃത്താന്തങ്ങൾ താമസം കൈവിട്ടുണർത്തിക്ക സാദരം. അതിന് അനുവദിച്ചരുളേണമെന്നാശ പൂണ്ട് അങ്കദനോടപേക്ഷിച്ചോരനന്തരം. അതിനവന് അവരുടൻ ആജ്ഞയെ ചെയ്യുകയാൽ ആശു മധുവനം പൂക്കിതെല്ലാവരും. പരിചൊടതി മധുരമധുപാനവും ചെയ്തവർ പക്വബലങ്ങൾ ഭക്ഷിക്കും ദശാന്തരെ. ദധിമുഖനു അനിശമധുപാലനം ചെയ്വിതു ദാനമാനേന സുഗ്രീവസ്യ ശാസനാൽ. ദതിവദന വചനമുട നിയതമതു കാക്കുന്ന ദണ്ഡധരന്മാർ അടുത്തു തടുക്കയാൽ. പവനസുതമുഖ കവികൾ മുഷ്ടിപ്രഹാരേണ പാഞ്ഞാർ ഭയപ്പെട്ട അവരും അതിദ്രുതം. ത്വരിതമത ദതിമുഖനുമാശു സുഗ്രീവനെ തൂർണമാലോക്യ വൃത്താന്തങ്ങൾ ചൊല്ലിനാൻ. തവ മധുവനത്തിന് ഭംഗം വരുത്തിനാർ താരേയനാദികളായ കപിബലം. സുചിരമതു തവ കരുണയാ പരിപാലിച്ചു സുസ്ഥിരാമാധിപത്യേന വാണേനഹം. വലമദനസുത തനയനാദികളൊക്കവേ വന്നു മൽഭൃത്യ ജനത്തെയും വെന്നുടൻ. മധുവനവ് ഇത് പൊഴുതഴിച്ചിതൻ എന്നിങ്ങനെ മാതുല്യവാക്യമാകർണ്യ സുഗ്രീവനും. നിജമനസി മുഖരഭി വളർന്ന സന്തോഷേണ നിർമ്മലാത്മാരാമനോട് ചൊല്ലിയിടിനാൻ. പവന തനയാദികൾ കാര്യവും സാധിച്ചു ഭാരം തെളിച്ചു വരുന്നതോ നിർണയം. മധുവനം അതല്ല എന്നാകിൽ എന്നെ ബഹുമാനിയാതെ ചെന്നു കാണുകയില്ലാരുമേ. അവരെ വിരവോട് വരുവതിന് ചൊല്ലങ്ങു ചെന്നാത്മനെ ഖേദിക്ക വേണ്ട വൃഥാ ഭവാൻ. അവനും അത് കേട്ടുടറിച്ചെന്നു ചൊല്ലിനാൻ അഞ്ജനാപുത്രാദികളോട് സാദരം. അനില തനയാങ്കത ജാമ്പവാദാദികൾ അഞ്ജസാ സുഗ്രീവ ഭാഷിതം കേൾക്കയാൽ. പുനരവരും അത് പൊഴുതു വാച്ച് സന്തോഷേണ പൂർണ്ണവേഗം നടന്നാശു ചെന്നേടിനാർ. പുകഴ് പെരിയ പുരുഷമണി
രാമൻ തിരുവടി പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ പുരമദനഹൃതി മരു അഖില ജഗതീശ്വരൻ പുഷ്കര നേത്രൻ പുരന്തര സേവിതൻ ഭുജഗപതി ശയന അമലൻ ത്രിജഗൽ പരിപൂർണൻ പുരുഹൂത സോദരൻ മാധവൻ ഭുജഗ നിവഹാചന വാഹനൻ കേശവൻ പുഷ്കര പുത്രേ രമണൻ പുരാതനൻ ഭുജകുല ഭൂഷണാരാധികാംഘ്രിധയൻ പുഷ്കര സംഭവ പൂജിതൻ നിർഗുണൻ ഭുവനപതി മഖപതി സദാംപതി മൽപതി പുഷ്കര ബാന്ധവ പുത്ര പ്രിയ സഖി ബുധജനഹൃദി സ്ഥിതൻ പൂർവദേവാരാധി പുഷ്കര ബാന്ധവ വംശസമുദ്ഭവൻ ഭുജബലവതാംവരൻ പുണ്യജനാത്മകൻ ഭൂപതി നന്ദനൻ ഭൂമിജാവല്ലഭൻ ഭുവനതലപാലകൻ ഭൂതപഞ്ചാത്മകൻ ഭൂരിഭൂതിപ്രദൻ പുണ്യജനാർച്ചിതൻ ഭുജഭവകുലാധിപൻ പുണ്ടരീകാനനൻ പുഷ്പബാണോപവൻ ഭൂരികാരുണ്യവാൻ ദിവസകരപുത്രനും സൗമിത്രിയും മുതാതിഷ്ടപൂർണം ഭജിച്ചന്തികെ സന്തതം വിപിന ഭുവി സുഖതരമിരിക്കുന്നതു കണ്ടു വീണു വണങ്ങിനാർ വായുപുത്രാദികൾ പുനരത ഹരീശ്വരൻ തന്നെയും വന്ദിച്ചു പൂർണ്ണമോദം പറഞ്ഞാൻ അഞ്ജനാത്മജൻ കനുവിനോട് കണ്ടേനഹം ദേവിയെ തത്ര കർപ്പുരേന്ദ്രാലയെ സങ്കടമെന്നിയെ കുശലവുമുടൻ വിചാരിച്ചതു താവകം കൂടെ സുമിത്ര തനയനും സാദരം ശിഥിലതര ചിഗുരമുട ശോകവനികയിൽ ശംശഭാമൂലദേശേ വസിച്ചിടിനാൾ അനശനം ഉട അതികൃശ ശരീരയായ അന്വഹം ആശര നാരീ പരിവൃതയായി ശുച അഴൽ പെരുകി മറിയുമഹു ബാഷ്പവും വാർത്തയ്യോ സദാ രാമരാമേതി മന്ത്രവും മുഹുരവി ജപിച്ചു വിലപിച്ചു മുഗ്ധാംഗിമേവുന്ന നേരത്തു ഞാൻ തഥാ അതിശരീരനായി വൃഷ്ടശാകാന്തരെ ആനന്ദം ഉൾക്കൊണ്ടിരുന്നേനനാകുലം തവചരിത അമൃതസമ അഖിലമറിയിച്ചതാ തമ്പിയോടും നിന്തിരോ വടി തന്നോടും ചെറുതുടജഭുവി രഹിതയായി മരുവും വിധൗ ചെന്നു ദശാനനൻ കൊണ്ടങ്ങു പോയതും സവൃതസുതനോട് ജഡിതി സഖ്യമുണ്ടായതും സംക്രാന്തനാത്മജൻ തന്നെ വധിച്ചതും ക്ഷിതി ദുഃഖിതുര അന്വേഷണാർത്ഥം കബീന്ദ്രനാൽ കീശൗകമാശു നിയുക്തമായിടിനാർ അഹം അവരിലൊരുവൻ ഇവിടേക്ക് വന്നിടിനൻ അർണവം ചാടിക്കടന്നതീ വിദ്രുതം രവി തനയ സജീവൻ അഹം ആശുകാനന്ദനൻ രാമദൂതൻ ഹനുമാൻ എന്നു നാമവം ഭവതിയെയും ഇഹ ജഡിതി കണ്ടുകൊണ്ടേനഹോ ഭാഗ്യമാഹന്ത ഭാഗ്യം കൃതാർത്ഥ്യോസ്മ്യഹം ഫലിതമഖിലം മയാദ്യം പ്രയാസം വൃശം പങ്കജാലോകനം പത്മജാലോകനം പാപാവിനാശനം മമ വചനമിതി നിഖിലമാകർണ്യ ജാനകി മന്ദം വിചാരിച്ചതോ മാനസേ ശ്രവണയുഗളാമൃതം കേന മേ ശ്രാവിതം ശ്രീമതാ അഗ്രേസരനവൻ നിർണയൻ മമ നയനയുഗള പദമായതോ പുണ്യവാൻ മാനവവീര പ്രസാദേന ദൈവമേ വചനമിതി മിഥിലതനയോദിതം കേട്ടു ഞാൻ വാനരാകാരേണ സൂക്ഷ്മ ശരീരനായി കമലമുഖി കനുവിനോട് ചിത്രകൂടാചലെ കാന്തനുമായി വസിക്കുന്ന ആളൊരു ദിനം കഠിനതര നഗര നികരേണ പീഡിച്ചൊരു കാകവൃത്താന്തവും ചൊൽകെന്ന് ചൊല്ലിനാൾ തതനു പലതരം ഇവ പറഞ്ഞും കരഞ്ഞും ഉൾത്താപം കലർന്നു മരുവം ദശാന്തരെ ബഹുവിധ വജോ വിഭവേന ദുഃഖം തീർത്തു ബിംബാദരിയെയും ആശ്വസിപ്പിച്ചു ഞാൻ വിടയും ഉടൻ അഴകോട് വഴങ്ങിച്ചു പോന്നിതു വേഗേന പിന്നെ മറ്റൊന്നു ചെയ്തേനഹം അഖില നിശിചര കുലപതി കഭീഷ്ടാസ്പദ ആരാമമൊക്കെ തകർത്തേനതിനുടൻ പരിഭവമോടൽ കരുതി വന്ന നിശാചര പാപികളെ കൊല ചെയ്തേന സംഖ്യകം ദശവദന സുതനെ മുഹുരക്ഷാകുമാരനെ ദണ്ഡാധരാലയത്തിനയച്ചിടിനേൻ അത ദശമുഖാത്മജ ബ്രഹ്മാസ്ത്രബന്ധനായി ആശരാധീശനെ കണ്ടു പറഞ്ഞു ഞാൻ ലഘുതരമശേഷം ദഹിപ്പിച്ചു ധൂപത ലങ്കാപുരം പിന്നെയും ദേവി തൻപദം വിഗത ഭയമടിയണ വണങ്ങി വാങ്ങിപ്പോന്നു വീണ്ടും സമുദ്രവും ചാടിക്കടന്നു ഞാൻ തവ ചരണനളിന മധുനൈവ വന്ദിച്ചതു ദാസൻ ദയാനിതേ പാഹിമാം ഇതി പവന സുതവചനമാഹന്ത കേട്ടളവ ഇന്ദിരാകാന്തനും പ്രീതി പൂണ്ടിടിനാൻ സുരജന സുദുഷ്കരം കാര്യം കൃതം ത്വയാ സുഗ്രീവനും പ്രസാദിച്ചിതു കേവലം സദയ ഉപകാരമീ ചെയ്തതിന്നാദരാൽ സർവസ്വവും മമ തന്നെ നിനക്കു ഞാൻ പ്രണയ മനസ്സാ ഭവാനാൽ കൃതമായതിൻ പ്രത്യുപകാരം ജഗത്തിങ്കലില്ലടോ പുനരഭീരമാവരന്മാരുത പുത്രനെ പൂർണ്ണമോദം പുണർനേടിനാനാദരാൽ ഉരസി മുഹുരഭി മുഹുരണച്ചു പുൽകീടിനാൻ ഓർക്കെടോ
മാരുത പുത്രഭാഗ്യോദയം ഭുവനതല അതിലൊരുവനിങ്ങനെയില്ലഹോ പൂർണ്ണ പുണ്യവുക സൗഭാഗ്യമുണ്ടായടോ പരമശിവനിധി രഘുകുലാധിപൻ തന്നെ പാവനമായ കഥയരുൾ ചെയ്തതും ഭഗവതി ഭവാനി പരമേശ്വരി കേട്ടു ഭക്തി പരവശയായി വണങ്ങിയിടിനാൾ കിളിമകൾ മതി സരസം ഇങ്ങനെ ചൊന്നതു കേട്ടു മഹാലോകരം തെളിയേണമേ ഭഗവതി ഭവാനി പരമേശ്വരി കേട്ടു ഭക്തി പരവശയായി വണങ്ങിയിടിനാൾ കിളിമകൾ മതി സരസം ഇങ്ങനെ ചൊന്നതു കേട്ടു മഹാലോകരം തെളിയേണമേ ഇത്തധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ സുന്ദരകാന്ഡം സമാപ്തം. അങ്ങനെ അതിസുന്ദരമായ ഈ സുന്ദരകാന്ഡം ശ്രീരാമചന്ദ്രസ്വാമിയുടെ പാദങ്ങളിലും ഗുരുക്കന്മാരുടെയും പാദാരവിന്ദങ്ങളിൽ ഭക്തി ആദരപൂർവം സമർപ്പിക്കുന്നു. ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. ദശരഥാത്മജം ദേവവന്ദിതം ത്രിദശപൂജിതം ത്രിദിവപാലകം കാമപൂജിതം കാമദായകം രാമനായകം നിത്യമാശ്രയേ രഘുകുലോത്തമം രാവണാന്തകം രവികുലോദ്ഭവം രാഗനാശകം ഭക്തരക്ഷകം മുക്തിദായകം രാമനായകം നിത്യമാശ്രയേ ശരണമേ ഗണേ രാമ ശരണമേ ഗണേ 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 രാമ ശരണമേ ഗണേ രാമ ശരണമേ ഗണേ. മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാബ്ധയേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം വേദവേദാന്തവേദ്യായ മേഘശ്യാമളമൂർത്തയേ പുംസാമോഹനരൂപായ പുണ്യശ്ലോകായ മംഗളം. ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം ത്വയേദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീമഹേശ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. ജയ് ശ്രീരാം. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.